MLA അല്ലായിരുന്നെങ്കിൽ ശ്രീ ചാണ്ടി ഉമ്മൻ BJP പോകുമായിരുന്നാ പറയുന്നത്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്ന് മാത്രമേ എനിക്ക് അറിയാനോ. ഇതൊക്കെ മലർപ്പൊടിക്കാന്ന് സ്വന്തം പോലും പറയാൻ പറ്റത്തില്ല. അവർ കൂടെ അപമാനമാണ്. പിന്നെ നിങ്ങൾക്കറിയാം, ഇപ്പൊ നടക്കുന്ന ഒരു രാഷ്ട്രീയം, പങ്കടകൂടത്തിൽ ആരുമില്ല. പങ്കടകൂടത്തിൽ ഒരു നേതാവും കഴിവുള്ള നേതാക്കളില്ല. അതുകൊണ്ട് മറ്റുള്ള പാർട്ടിയിൽ നിന്നുള്ള നേതാക്കന്മാരെ പിടിക്കാൻ ചിലര് പുറത്തിറങ്ങി ഇടപെട്ട് അവര് കൂട്ടു നിൽക്കുന്ന CPM-കാരെ എനിക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് രാവിലെ ഒരു ജയരാജൻ സാറിന്റെ ഒരു പ്രസ്താവന കേട്ടു. അടുത്തു പോകാൻ സാധ്യതയുള്ളത് ചാണ്ടി ഉമ്മനാണ്. MLA അല്ലായിരുന്നെങ്കിൽ ശ്രീ ചാണ്ടി ഉമ്മൻ BJP പോകുമായിരുന്നാ പറയുന്നത്. ശ്രീ MP ജയരാജൻ അങ്ങ് പറഞ്ഞത് പിണറായി വിജയന്റെ അനുവാദത്തോടു കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണെന്ന് മനസ്സിലാക്കുന്നു. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്ന് മാത്രമേ എനിക്ക് അറിയാനോ. ഞാൻ 9 വർഷക്കാലം 2013 എന്റെ അപ്പൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ സെക്രട്ടറിയായി 6 മാസം പ്രവർത്തിച്ച ആളാണ്. അതിനുശേഷം 9 വർഷക്കാലം ഞാൻ ഒരു പാർട്ടി പ്രവർത്തകനായി ഒരു പദവിയും ഏൽക്കാതെ ഞാൻ പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോഴൊന്ന് BJP ഉണ്ടല്ലോ, അന്ന് BJP സർക്കാർ ഉണ്ടല്ലോ, നരേന്ദ്രമോദി ഉണ്ടല്ലോ, അമിത്ഷാ ഉണ്ടല്ലോ. എവിടെയെങ്കിലും ഞാൻ പോയത്. പിന്നെ ഈ കഥയുമായിട്ട് ഇപ്പൊ ഇറങ്ങുന്ന കാര്യം എന്താ? ഇതൊക്കെ മലർപ്പൊടിക്കാന്ന് സ്വന്തം പോലും പറയാൻ പറ്റത്തില്ല. അവർ കൂടെ അപമാനമാണ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇത് ചാണ്ടി ഉമ്മനെതിരെയുള്ള ആക്രമണമല്ല, ഇത് ചാണ്ടി ഉമ്മനെതിരെ പറയുന്ന കാര്യമല്ല, ഇത് ഉമ്മൻചാണ്ടിയോടുള്ള പക തീർക്കുന്ന CPM-ന്റെ നിലപാടെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നും ആ പക തീർന്നിട്ടില്ല. കാരണം എന്താ? ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ കുറെ CPM-കാർ ഇറങ്ങിയിട്ടുണ്ട്. കല്ലറയിൽ നിന്ന് ജയ ശ്രീറാം എന്ന നിലവിളി കേൾക്കുന്നു. എന്റെ അപ്പൻ മരിച്ചു കിടക്കുന്ന കല്ലറയെ ഇനിയെങ്കിലും നിങ്ങൾക്ക് വിട്ടുകൂടെ? ഇനിയെങ്കിലും ആ പക തീർന്നില്ലേ? അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ കൊല്ലാതെ കൊന്നു, അപവാദം പറഞ്ഞ് ഇതേപോലത്തെ കള്ളക്കഥ ഉണ്ടാക്കി ഇങ്ങനെ അവമാനിച്ച് അദ്ദേഹത്തിന്റെ മനസ്സും ശരീരവും തളർത്തി. എന്നിട്ട് അദ്ദേഹം മരിച്ചതിന് ശേഷം എന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്റെ പിതാവിനെ കൊല്ലാൻ കൂട്ടുനിർത്തു എന്ന് പറഞ്ഞു ഇല്ലേ? അത് പറഞ്ഞു കഴിഞ്ഞും തീർന്നില്ല. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും എന്റെ പിതാവ് മരിച്ചിട്ട് 1 വർഷം തികയാത്തപ്പോഴും ഇന്നും അദ്ദേഹത്തിനെ ആക്ഷേപിക്കുവാൻ, അദ്ദേഹത്തെ മോശക്കാരനെ ചിത്രീകരിക്കുവാൻ ഈ ശ്രമം നടത്തുന്ന CPM കേരളത്തോട് മാപ്പ് പറയണം. എന്റെ പിതാവിനോട് മാപ്പ് പറയാൻ ഞാൻ പറയുന്നില്ല. കാരണം എന്റെ പിതാവ് ജീവിച്ചത് ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടിയാണ്. പുതുപ്പള്ളിക്കാരോട് മാപ്പ് പറയണം. ഇവിടുത്തെ പുതുപ്പള്ളിക്കാർക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത്. അങ്ങനെ സാധാരണക്കാരന് വേണ്ടി ജീവിച്ച അദ്ദേഹത്തെ ഇന്നും ആക്ഷേപിക്കാൻ വേണ്ടിയാണ് എന്നെ BJP-യിലേക്ക് അയക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ 2 മുഖ്യമന്ത്രിമാരുടെ മക്കൾ പാർട്ടി വിട്ടുപോയതിനു ശേഷം ഉടനെ CPM ചെയ്യുന്നത് എന്താ? അവരെ നമ്മുടെ നേതാക്കന്മാരെ ആക്രമിക്കുക. അതേ സ്ട്രാറ്റജിയാണ് ഇന്ന് ഞാൻ BJP-യിലേക്ക് പോകുന്നു എന്ന് വെച്ചിട്ട് എന്റെ പിതാവിനെ ആക്ഷേപിക്കുക, എന്റെ പിതാവിന്റെ കല്ലറയെ ആക്ഷേപിക്കുക, എന്റെ പിതാവിനെ എല്ലാ തരത്തിലും ആക്ഷേപം നടത്തുന്ന ഈ രീതി ഇനിയെങ്കിലും നിർത്തണം. നിങ്ങൾ എന്നെ ആക്രമിച്ചോ, എന്റെ കുടുംബത്തെയും ആക്രമിച്ചോ, കുഴപ്പമില്ല. എന്റെ സഹോദരിയെ ഇതിനകത്ത് വലിച്ചിട്ടു, അത് കുഴപ്പമില്ല. പക്ഷേ മരിച്ച എന്റെ പിതാവിനെ എങ്കിലും വെറുതെ വിടണം എന്ന് ഞാൻ CPM-നോട് അഭ്യർത്ഥിക്കുക. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഓർത്തു വെച്ചോ. ഇതും കൂടെ നിങ്ങൾ ചിന്തിക്കണം. എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഒരു മരണശേഷം 1 വർഷം കഴിയുന്നതിന് മുമ്പ് വീണ്ടും ആക്രമിക്കുന്നത്? എങ്ങനെയാ?